അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമ്മുടെ സമ്മേളനം ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. 8 മാസം നീണ്ടു നിന്ന പ്രവർത്തനങ്ങളാണ്. കുട്ടികൾ ഒഴുകിയെത്തുന്ന വളരെ മനോഹരമായ കാഴ്ചക്കാണ് പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിച്ചത്. വലിയൊരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, ഇത്രയും സമയം കുട്ടികൾ ഇരിക്കുമോ എന്നത്. എന്നാൽ നല്ല രൂപത്തിൽ തന്നെ അവർ കേട്ടിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഓവർഫ്ലോ ആയി കണ്ട വെന്യൂ അടക്കം നിറയുന്ന മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ച സൊല്യൂഷൻ 5 ദിവസം അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒരു ചെറിയ ഒരു കാര്യം ഈ സമയത്ത് ചേർത്ത് വെക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപുലമായ രൂപത്തിലാണ് നമ്മുടെ സമ്മേളനം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായി നമ്മൾ കണ്ട ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, അതിനേക്കാൾ അപ്പുറത്തേക്ക് സാമ്പത്തികമായി പോയിട്ടുണ്ട്. നമ്മൾ 4 മണി മുതൽ 10 മണി വരെ എന്ന സമയമാണ് സൊല്യൂഷന് കണ്ടത് എങ്കിൽ, രണ്ടാമത്തെ ദിവസം നമുക്കത് 2 മണിക്ക് തുടങ്ങേണ്ടി വന്നു. അവസാനമായപ്പോഴേക്കും രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുന്ന രൂപത്തിൽ ആളുകൾ ഒഴുകിയെത്തുന്ന, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന രൂപത്തിലേക്ക് സൊല്യൂഷൻ മാറി. അതിൻ്റെ ഫീഡ്ബാക്കുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രാതിനിധ്യമാണെങ്കിലും വിചാരിച്ച വിദ്യാർത്ഥികളെക്കാൾ അധികം ഇവിടെ ഒഴുകിയെത്തി. അവർ കേട്ട് ഇനി അവരുടെ നാട്ടിൽ ധർമ്മസമരം ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ കൈമാറിയ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആ ഓരോ കുട്ടികളും നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇതുവരെ സാമ്പത്തികമായി നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് വിദ്യാർത്ഥികൾ നടത്തിയ സമ്മേളനമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ 10 രൂപ നൽകിയവരുണ്ട്, 1000 നൽകിയവരുണ്ട്. ചോദിച്ചറിഞ്ഞ് എന്താണ് കുട്ടികളെ സാമ്പത്തിക അവസ്ഥ എന്ന് ചോദിച്ചറിഞ്ഞ് ഇതിൽ ഇടപെട്ടവരുണ്ട്. ഒരു വാക്ക് ചേർത്ത് വെക്കുകയാണ്, നമ്മുടെ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് സമ്മേളനം പോയി, ആളുകൾ അതിലേക്ക് ഒഴുകിയെത്തി. നമ്മൾ കണ്ട സൗകര്യങ്ങൾ മതിയാകാതെ വന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ മുന്നിൽ വലിയ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ തുടർച്ചകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ കണ്ട പ്ലാനുകളുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഞെരുക്കത്തിൽ ഒരിക്കലും നമ്മുടെ ഈ ഒരു അവസ്ഥ അവസാനിക്കാൻ പാടില്ല. ഇതുവരെ കണ്ടറിഞ്ഞ് ഇതിൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി നമ്മൾ നേരിടുന്ന ഒരു ചെറിയ ആ സാമ്പത്തിക പ്രയാസം കൂടെ പരിഹരിച്ച് നമുക്ക് സമ്മേളനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. സമ്മറൈസ് ഏറ്റെടുത്തുകൊണ്ടാണ് കുട്ടികൾ മണ്ഡലത്തിലേക്ക് മടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇനി റിലീജിയസ് സ്കൂൾ നടത്താനുണ്ട്, മറ്റു ക്യാമ്പുകളിലേക്ക് പ്രവേശിക്കാനുണ്ട്. നമ്മുടെ ധർമ്മസമരം ഇവിടെ അവസാനിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ ഈ കുട്ടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്നൊരു വിഹിതം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കട്ടെ. ഒരുപാട് ആളുകളുടെ ഉറക്കമൊടിച്ച അധ്വാനം അതൊക്കെ നാളെ പരലോകത്തേക്കുള്ള വലിയ വിഭവമാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.